വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വീണ്ടും ഒരു അജിയോ ഹോളാണ്. അജിയോ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഉണ്ട്, ടോപ്പ് ഉണ്ട്, ഷർട്ട് ഉണ്ട്, ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത്. സോ അഫോർഡബിൾ പ്രൈസിനാണ് ഞാൻ എല്ലാം വാങ്ങിച്ചിട്ടുള്ളത്. MRP പ്രൈസിൽ നിന്നും ഡിസ്കൗണ്ട് ഉള്ള സമയത്താണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. സോ ചെക്ക് ചെയ്തൊക്കെ നിങ്ങൾക്കും ചിലപ്പോൾ ഡിസ്കൗണ്ട് കിട്ടും. ഇതിനു മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള അജിയോ ഹോളിൽ ഞാൻ അജിയോൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. ലൈക്ക് അതിൻ്റെ റിവ്യൂസ്, അതിൻ്റെ അജിയോനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇതിനേക്കൊക്കെ ആരെങ്കിലും അജിയോന്ന് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ എടുത്തോളൂ. കാരണം അജിയോ കുറച്ച് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് തന്ന ഡേറ്റിലൊന്നും സാധനം കിട്ടില്ല, നല്ല ഡിലേ ആവുന്നുണ്ട്. 1 വീക്ക് 2 വീക്കിൻ്റെ ഉള്ളിലായിട്ടാണ് പ്രോഡക്റ്റ്സ് എത്തുന്നത്. എൻ്റെ ഒരു പിൻകോഡിലേക്ക് കേട്ടോ. ചിലപ്പോൾ പിൻകോഡ് അനുസരിച്ച് ഡെലിവറി ടൈമും മാറാൻ മതി. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇതൊരു ഷർട്ടാണ്, ഒരു ഓവർ സൈസ്ഡ് ഷർട്ടാണ്. വൈറ്റ് കോട്ടൺ പ്ലസ് പോളിസ്റ്റർ ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് ക്ലോത്തിൽ വന്നിട്ടുള്ള നോർമൽ ഷർട്ടാണ്. കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ടാണ്. ബാക്കിൽ ലെങ്ത്ത് കൂടും, ഫ്രണ്ടിൽ ലെങ്ത്ത് കുറയും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കുറച്ച് ഇങ്ങനത്തെ ബീഡ് വർക്ക് പോകുന്നുണ്ട്. ഒരു സിൽവർ ബീഡ് വർക്ക് പോക്കറ്റിൽ പോകുന്നുണ്ട്. 2 സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട്. ഫുൾ സ്ലീവിലാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ച അവസ്ഥയിലാണുള്ളത്. നോർമൽ ഷർട്ടിൻ്റെ രീതിക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ വൈറ്റ് ഷർട്ട് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് കേട്ടോ. കോട്ടൻ്റെ ഒരു ബേസിക് പീസാണ് നമ്മുടെ വാർഡ്രോബിൽ വൈറ്റ് ഷർട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എണ്ണമാണിത്. ഇത് ഞാൻ വാങ്ങിച്ച സൈസ് വന്നിട്ട് സ്മോളാണ്. സ്മോളും നല്ല ലൂസിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളുടെ കറക്റ്റ് സൈസ് തന്നെ പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. ഓവർ സൈസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതിൻ്റെ MRP വന്നിട്ട് 799 ആണ്. ഞാനിതൊരു 400 സംതിങ്ങിനോ 300 സംതിങ്ങിനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പോൾ ഏത് പ്രൈസിലാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഈ സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ടൊരു ടോപ്പാണ്. ലൂസ് ഫിറ്റിൽ വരുന്ന ടോപ്പാണ്. സ്ലീവൊക്കെ ഈ ഒരു ടൈപ്പാണ്. ഷോർട്ട് സ്ലീവാണ് വരുന്നത്. കോളേർഡ് ആയിട്ടുള്ള ബട്ടൺ ഡൗൺ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഇത് മെറ്റീരിയൽ വന്നിട്ട് റയോൺ, അങ്ങനെ ക്രിങ്കിൾഡ് ആയിട്ടുള്ളൊരു റയോൺ മെറ്റീരിയലാണ് കേട്ടോ. ഒരു വിസ്കോസ് റയോൺ, അങ്ങനെ ഇതൊരു മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ബ്രാൻഡ് വന്നിട്ട് ഫിഗിൻ്റെ ബ്രാൻഡാണ്. നേരത്തെ കാണിച്ചത് DNMXൻ്റെതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ MRP വന്നിട്ട് 699 ആണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിൻ്റെ വേറൊരെണ്ണം ഒരു മജന്ത, ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഒരെണ്ണം ഞാൻ മുമ്പ് അജിയോ ഹോൾ ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1-2 വർഷം മുമ്പ് ചെയ്തിട്ടുള്ള അജിയോ ഹോളിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടോപ്പ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. എൻ്റെ ഫിറ്റും കാര്യമൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പം ഇതും സെയിം സംഭവമാണ്, പക്ഷേ ഇത് പ്രിൻ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, നല്ല ഭംഗിയുള്ള ഒരു ഏതൊക്കെയോ കളർ കോമ്പിനേഷനിൽ വന്നു. നല്ല ഭംഗിയുള്ള പ്രിൻസാണ് വന്നിട്ടുള്ളത്. ഏജിലേക്കുള്ളൊരു കളറാണ് ഇതിൻ്റെ ഒരു ബേസ് കളർ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ്. ഇനി തേർഡ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു ഷർട്ട് ഡ്രസ്സ് വേണമെങ്കിൽ പറയാം. ഒരു ബിലോ നീ ലെങ്ത് വരുന്ന ഒരു ഡ്രസ്സാണ്. ഇതിപ്പോൾ യെല്ലോ ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പിങ്കും കൂടെ വരുന്നുണ്ട് കളറ്. ഇതിൽ ഇങ്ങനെ 2 വരുന്നുണ്ട്. ഒന്ന് ഒരു സ്ലിപ്പാണ്. അതെനിക്ക് അറിയില്ലായിരുന്നു ആ ഒരു സ്ലിപ്പുള്ള കാര്യം. ഇതിന് 300 സംതിങ് ആണ് പ്രൈസ്, ഓഫർ പ്രൈസ് കേട്ടോ. ഇതിൻ്റെ MRP വന്നിട്ട് 1699 രൂപ ഗൈസ്. അപ്പം ഇത് കണ്ടോ, ഇതിങ്ങനെ ബട്ടൺ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അയക്കാൻ പറ്റും. ഫുൾ ബട്ടൺസ് അയക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനത്തെ ടൈപ്പ് സ്ലീവാണ്. ഇങ്ങനെ ഒരു എൽബോൻ്റെ അവിടെ വരെ സ്ലീവ് വരും. കോളേർഡ് ആയിട്ടുള്ള നെക്കാണ് വരുന്നത്. പ്യോർ കോട്ടൺ മെറ്റീരിയലാണ്. കുറച്ച് തിന്നായിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. കുറച്ചൊക്കെ ഒരു സീപ്പു ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒപ്പം തന്നെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്ലിപ്പും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സെയിം മെറ്റീരിയലുള്ളതാണ്. ഇതിൻ്റെ ഈ ഒരു ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ വാങ്ങിച്ച സൈസ് വന്നിട്ട് മീഡിയമാണ്. കാരണം ഇത് മീഡിയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് മീഡിയം ഇടുമ്പോൾ ആയിരിക്കും ഭംഗി ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നി. ലൈക്ക് കുറച്ച് ലൂസിൽ കിടക്കുമ്പോഴായിരിക്കുമല്ലോ ഭംഗി ഉണ്ടാവുക. സ്മോൾ ആണെങ്കിലും ലൂസ് കിട്ടുമായിരുന്നു കേട്ടോ. പിന്നെ ഇതിനൊരു പോക്കറ്റ് വരുന്നുണ്ട് ഇവിടെ. ഇത് ബട്ടൺ ഇട്ടാലേ മനസ്സിലാവുള്ളൂ അതിൻ്റെ ഒരു ഫിറ്റ്.
അപ്പോൾ ഇതിനിങ്ങനെ ഒരു ഡ്രോ സ്ട്രിങ് വരുന്നുണ്ട് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ ആയിട്ട്. സോ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് വേണമെന്നില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ വുഡൻ്റെ ബട്ടൺസ് ആണ് കേട്ടോ ഇതിന് പോകുന്നത്. കംപ്ലീറ്റ് വുഡൻ ബട്ടൺസ് ആണ്. ഇതിനൊരു പോക്കറ്റ് ഉണ്ടായിരുന്നു, കാണാനില്ല. ഓക്കെ, ഇവിടെ ഇതിനൊരു പോക്കറ്റ് വരുന്നുണ്ട്, വൺ സൈഡ് പോക്കറ്റ്. ഇതിനിങ്ങനെ ഒരു എംബ്രോയ്ഡറി കൊടുക്കുന്നുണ്ട്, ഒരു ത്രെഡ് വർക്ക്, ഒരു ഡീറ്റെയിലിംഗ് കൊടുക്കുന്നുണ്ട്, ഒരു ത്രെഡ് വർക്ക്. അതന്നെ കോളറിനും കൊടുക്കുന്നുണ്ട്, കോളറിൻ്റെ കോർണറിലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബ്രാൻഡ് വന്നിട്ട് സ്വർണ്ണ. അതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഒരുപാട് പ്രോഡക്റ്റ് അജിയോയിലുണ്ട് ഇവരുടേത്. ഒരു നല്ലൊരു ബ്രാൻഡാണ്, എത്നിക്സിൻ്റെ ഒക്കെ ഒരു ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഇത് പ്രൊണൗൺസ് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതാണ് സംഭവം ബ്രാൻഡ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1699 രൂപ ഗൈസ്. ഇതിൻ്റെ MRP ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത് 300 സംതിങ്ങിനാണ്. 1699 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ നോ ഗൈസ്, ഡെഫിനറ്റ്ലി നോ ഗൈസ്. അത്രക്കൊന്നുമുള്ള പ്രോഡക്റ്റ് ഇല്ല. നല്ല കോട്ടൺ ആണ്, മെറ്റീരിയലാണ്. അങ്ങനെ നോക്കി വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ ഓക്കെ ആയിരിക്കും. പക്ഷെ ഞാനൊന്നും എന്തായാലും ഇത് 1700 രൂപക്കൊന്നും വാങ്ങിക്കില്ല. അത്രക്കൊന്നും ഒരു കാണാനൊന്നും പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. നോർമൽ ഒരു ഡ്രസ്സ്, ഒരു കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഡ്രസ്സ് ഒരു 1300 ആണെങ്കിൽ പിന്നെ ഓക്കെ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു പ്രൈസിനുണ്ടെന്ന് എനിക്ക് തോന്നില്ല. പക്ഷെ 300, 400, 500 കാണുന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് കേട്ടോ ഇത്. ഇതിനൊപ്പം ആ ഒരു സ്ലിപ്പും കൂടെ കിട്ടുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിരിക്കും വെയർ ചെയ്യാൻ. ഇപ്പോൾ സമ്മറൊക്കെ അല്ലേ, സമ്മറിലൊക്കെ നല്ല സുഖമാണ് ഇത് വെയർ ചെയ്യാനും. മാത്രമല്ല കുറച്ചൊരു ഡിഫറെൻറ്റ് ലുക്കും കൂടാണല്ലോ. അപ്പം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇത്. ലാസ്റ്റ് വൺ വന്നിട്ട് എഗെയിൻ ഒരു വൈറ്റ് ഷർട്ടാണ്. ഈ ഒരു ഷർട്ട് വന്നിട്ട് ഒരു നൈസ് കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ്. ഒരു പക്ക കോട്ടൺ മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു. നല്ല കംഫർട്ടബിൾ ആയിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട്. ഇത് ഷിഫ്ലി മെറ്റീരിയൽ ആണ് വന്നിട്ട്. ഷിഫ്ലിൻ്റെ മറ്റേ പേരെന്താ, അക്കോബർ, അങ്ങനെ ഒരു മെറ്റീരിയൽ ഇല്ല. അതാണ് സംഭവം. ഈ ഒരു ഡിസൈൻ കണ്ടില്ലേ, ഈ ഒരു ഫ്ലവറിൻ്റെ കട്ടിങ് പോകുന്നുണ്ടല്ലേ, അതിനാണ് കേട്ടോ അങ്ങനെ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഷർട്ടാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ലെങ്ത്ത് കൂടുതലുണ്ട്, ഫ്രണ്ടിൽ കുറച്ച് കയറിയിട്ടാണുള്ളത്. നല്ല നൈസായിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 999 ആണ്, അതായത് 1000 രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് ബ്രാൻഡ് വന്നിട്ട് DNMX ആണ്. ഇതിൻ്റെ സൈസ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ലാർജ് ആണ്. അതായത് ഇതെനിക്ക് കുറച്ച് ലൂസിൽ എടുക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ലാർജ് വാങ്ങിച്ചു. സാധാരണ ഷർട്ടൊക്കെ ഞാൻ ലാർജ് XL ഒക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പം അങ്ങനെ വിചാരിച്ച് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് ഓൾറെഡി ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ്, അതുകൊണ്ട് ലാർജ് വാങ്ങിച്ചത്. എനിക്ക് അബദ്ധമായി, ഭയങ്കരമായിട്ട് ലൂസ്. അത് മീഡിയം ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു, പക്ഷെ ഇത് ലാർജ് ആയിപ്പോയി. അപ്പോൾ ആ ഒരു പ്രശ്നം പറ്റി. അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് ഏതാണോ ആ ഒരു സൈസ് വാങ്ങിച്ചാൽ മതി കേട്ടോ. നല്ല പ്രോഡക്റ്റാണ്, നല്ല ഫിനിഷിംഗ് ആണ്, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഈ ഒരു വർക്കൊക്കെ നല്ല ഫിനിഷിംഗ് ഉള്ള സംഭവമാണ്. ഇത്രയും പ്രോഡക്ട്സ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ഉണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ആൻഡ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെയും കൂടെ ഫോളോ ചെയ്യുക. അവിടെ ഞാൻ റീൽസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.